നേരെ സിനിമയുടെ ആദ്യ ദിനത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് ഒഫീഷ്യലായിട്ട് സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ പുറത്തു വന്നപ്പോൾ 3,04,00,000 രൂപയായിരുന്നു. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 30 ലക്ഷത്തോളം രൂപയാണ്. അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രമായിട്ട് 3,34,00,000 രൂപയാണ് സിനിമ നേടാൻ കഴിഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് UAE യിൽ നിന്ന് സിനിമയ്ക്ക് 1,03,00,000 രൂപയും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് 70 ലക്ഷത്തോളമാണ്. അതായത് 1,73,00,000 രൂപയോളമാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. നോർത്ത് അമേരിക്ക അതേപോലെ തന്നെ റെസ്റ്റ് ഓഫ് വേൾഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് ഏകദേശം 35 ലക്ഷം രൂപയോളമാണ്. അങ്ങനെ വരുമ്പോൾ ഏകദേശം 5 കോടിയോളമാണ് സിനിമയ്ക്ക് ആദ്യ ദിനം വേൾഡ് വൈഡായിട്ട് ലഭിച്ചിരിക്കുന്നത്. രണ്ടാം ദിവസവും സിനിമയ്ക്ക് ഏകദേശം അതിനടുത്തുള്ള ഒരു എമൗണ്ട് തന്നെയാണ് വരാൻ പോകുന്നത്. കേരള കളക്ഷൻ ട്രാക്ഡ് കളക്ഷൻ ഫൈനൽ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതും ആ രീതിയിൽ തന്നെയുള്ള ഒരു റിപ്പോർട്ടാണ്. അതായത് ഇന്നലത്തേക്കാളും അല്ലെങ്കിൽ ആദ്യ ദിനത്തിനേക്കാളും ഒരു 26% ഇടിവ് ആകെ പറയുന്നത്. 711 ഷോകൾ വരുമ്പോൾ ഏകദേശം 1,52,00,000 രൂപയ്ക്ക് മുകളിലാണ് ട്രാക്ഡ് കളക്ഷൻസ് മാത്രമായി നിൽക്കുന്നത്. അതായത് ഏകദേശം 2,80,00,000-നും 3 കോടിക്കും ഇടയിലായിരിക്കും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതും മികച്ച രീതിയിലുള്ള ഒരു കളക്ഷൻ തന്നെയാണ് വരുന്നത്. ഇനി മൂന്നാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ ശനിയാഴ്ചയാണ്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു അമ്മാതിരി ഒരു ബുക്കിംഗാണ് ഈ സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. രാവിലെ തന്നെ സിനിമയ്ക്കുള്ള ബുക്കിംഗ് അമ്മാതിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയുമില്ലാത്ത, അതായത് ഈ 2 ദിവസത്തെ എമൗണ്ട് കൂട്ടിയാൽ ഒരു പക്ഷേ മൂന്നാം ദിവസത്തെ കളക്ഷൻ എല്ലാ സിനിമകളെയും സംബന്ധിച്ചിടത്തോളം ശനി ഞായർ ദിനങ്ങളിൽ ഗംഭീരമായിട്ടുള്ള കളക്ഷൻ ആയിരിക്കും. ഇവിടെ അത് മാറുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ ഒരു ബൂസ്റ്റ് ചെയ്യുന്നത് വേറെ റേഞ്ചിലേക്കാണ് എന്നുള്ളത്. സാധാരണ സിനിമയ്ക്ക് ആദ്യ ദിനം 3 കോടി കിട്ടുകയാണെങ്കിൽ ഒരു പക്ഷേ 5 കോടി 6 കോടി വരെ കിട്ടുമെങ്കിൽ ഈ സിനിമയ്ക്ക് അതിൻ്റെയൊക്കെ മുകളിലായിരിക്കും വരാൻ പോകുന്നത്. അതിനോടുകൂടി തന്നെ ഹൗസ്ഫുൾ ഷോസും ഭയങ്കരമായി കൂടുന്നു ഈ സിനിമയ്ക്ക് എന്നുള്ളതാണ്. നമുക്കറിയാം ഇത്രത്തോളം തിയേറ്ററുകളിൽ ഈ സിനിമ കളിക്കുമ്പോൾ ഫസ്റ്റ് റോയിലൊക്കെ പോയിരുന്ന് കാണാൻ ആളുകൾ മടിയായിരിക്കാം. പക്ഷേ നേരിന് അങ്ങനെ ഒരു മടിയൊന്നുമില്ല. ആദ്യ 2 ദിവസങ്ങൾ കൊണ്ട് തന്നെ സിനിമ ഏകദേശം 100-ന് മുകളിലുള്ള ഹൗസ്ഫുൾ ഷോസ് ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം വേൾഡ് വൈഡ് റിപ്പോർട്ടുകളുമായിട്ട് ഇനിയും വരാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തണം. ലാൽ സലാം.